നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീലയുടെ വീടിന് മുൻപിലുള്ള പാചകം സത്യൻ അവസാനിപ്പിക്കുന്നു. അനുപമയുടെ കുട്ടിക്ക് അപകടമുണ്ടായില്ലെങ്കിലും സത്യൻ സുശീല വെച്ച കഞ്ഞിക്കലം തട്ടിയെറിയുന്നു. അതോടെ സുശീലയുടെ നാടകത്തിന് അവസാനമാകുന്നു. സുശീലയുടെ ഗോഡ്ഫാദറായ ഹർഷ വിവരമറിഞ്ഞു വരുന്നു. "നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ഞങ്ങളുടെ അമ്മയെ സംരക്ഷിക്കാൻ അമ്മയുടെ മകളാണോ?" സത്യൻ ഹർഷയോട് ചോദിക്കുന്നു. "അതേടാ, ഞാനാണ് നിന്റെ അമ്മയെ ജാമ്യത്തിലിറക്കിയത്. അതിനിവിടെ നിന്നും രണ്ടുപേരെന്നെ സഹായിക്കുകയും ചെയ്തു. അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സോന എന്നെ കാണാൻ വന്നിരുന്നു. ജാമ്യത്തിലിറക്കാൻ പൈസ തന്ന് സഹായിച്ചത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ അത് നിഷേധിച്ചാൽ എന്റെ കയ്യിൽ അതിന് തെളിവുണ്ടെന്നും ഹർഷ പറയുന്നു. ഇന്ദ്രനെയും അനുപമയെയും വീണ്ടും തെറ്റിക്കാൻ വേണ്ടി ഹർഷയും ഇന്ദ്രനും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരെയോ കൊണ്ട് വീഡിയോയിലാക്കി അത് അനുപമയെ കാണിക്കുന്നു. ഇത് കണ്ട അനുപമ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. ഹർഷ തന്നെ ചതിക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് ഇന്ദ്രൻ അറിയുന്നത്. അകത്തേക്ക് വന്ന ഇന്ദ്രൻ അനുപമയോട് മാപ്പ് പറയുന്നു. "നിന്നോട് പറയാതെ അമ്മയെ ഹർഷയുടെ കൂടെ ചേർന്ന് ജാമ്യത്തിലിറക്കിയത് തെറ്റായി പോയെന്ന്." എന്നാൽ അനുപമയ്ക്ക് മനസ്സിലാകുന്നു ഇന്ദ്രൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഹർഷയെ വീണ്ടും വിശ്വസിച്ചതാണ് ഇന്ദ്രൻ ചെയ്ത തെറ്റ്. അമ്പിളി ചേച്ചി ഇന്ദ്രേട്ടനെയും ഹർഷയെയും ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഞാനത് ഇതുവരെ ഇന്ദ്രേട്ടനോട് ചോദിക്കാതിരുന്നത് അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടുമെന്നറിയാവുന്നത് കൊണ്ടാണ്. ഇന്ദ്രേട്ടൻ ഇനിയെങ്കിലും ഹർഷയെ വിശ്വസിക്കരുത്. അവളുമായി ഇനി ഒരിക്കലും ഒരു കാര്യങ്ങളിലും ഏർപ്പെടരുതെന്ന് സത്യം ചെയ്യാൻ അനുപമ ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നു. സ്വന്തം കുട്ടിയായ ലച്ചുമോനാണേ സത്യം. ഞാനിനി ഒരിക്കലും ഹർഷയുമായി അടുക്കില്ല. ഹർഷ ഇനി മുതൽ എന്റെ ശത്രുവായിരിക്കുമെന്ന് ഇന്ദ്രൻ അനുപമയ്ക്ക് സത്യം ചെയ്തു കൊടുക്കുന്നു. ഹർഷ സുശീലയെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അനുപമയുടെ വീടിനടുത്ത് ഇറക്കുന്നു. "ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണമെന്ന് സുശീലയോട് ഹർഷ പറയുന്നു." സുശീല അതൊക്കെ സമ്മതിക്കുന്നു. സുശീല അനുപമയുടെ വീട്ടിൽ ചെന്ന് "അനന്തൻ മാഷേ, എടോ മാഷേ, താൻ തന്റെ മക്കളെ വളർത്തിയത് മറ്റുള്ളവരുടെ കുടുംബം തകർക്കാനാണോ എന്ന് ചോദിക്കുന്നു. തന്റെ മോളെ എന്റെ വീട്ടിലേക്ക് അയച്ചത് എന്നെ എന്റെ മക്കളെ കൊണ്ട് വീട്ടിൽ നിന്നും തല്ലി ഇറക്കാനാണോ എന്നും ചോദിക്കുന്നു. ഇത് കേട്ട് ആദ്യം പുറത്തേക്ക് വന്ന ഭാനുവമ്മ സുശീലയോട് പറയുന്നു അവിടെ നിന്നും പോകാൻ. "നിങ്ങളെയല്ല എനിക്ക് കാണേണ്ടത്, അയാളെയാണ്, അനന്തൻ മാഷിനെ." അങ്ങനെ മാഷ് പുറത്തേക്ക് വരുന്നു. മാഷിനോട് സുശീല പറയുന്നു, "നിങ്ങളുടെ മകളെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന്, ഇല്ലെങ്കിൽ മാഷും കുടുംബവും നശിച്ചു പോകുമെന്ന്." സുശീലയുടെ പഴയ അടവ് തന്നെ മണ്ണെടുത്ത് ശപിക്കുന്നു. മാഷ് പറയുന്നു, "നിന്നെപ്പോലെ ഒരുവൾ ശപിച്ചാൽ ഒന്നും എനിക്ക് ഏൽക്കില്ല, എന്റെ മക്കൾക്കും ഏൽക്കില്ലെന്നും പറയുന്നു. ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് മാഷ് പറയുന്നു. അങ്ങനെ സുശീല അവിടെ നിന്നും പോകുന്നു. പിന്നീട് സുശീല സച്ചി സാറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് മക്കൾ പുറത്താക്കിയെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരിക്കുന്നു. വീണ്ടും ഇന്ദുവിന്റെ കല്യാണം മുടക്കാനാകും സുശീലയെ അവിടേക്ക് എത്തിച്ചത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.